കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി കെ ആന്റണി ഒരു പത്രസമ്മേളനം വിളിച്ച് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, മാറാട് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള CBI അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന്. എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഇത്ര നാളും ആവശ്യപ്പെടാതിരുന്ന കെ ആന്റണി ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യവുമായിട്ട് രംഗത്ത് വന്നത്? അന്ന് നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 8 ഹിന്ദുക്കളെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒരു കൂട്ടം തീവ്രവാദികൾ. അത് അന്ന് കെ ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് അന്വേഷണം കാര്യക്ഷമമായിട്ടൊക്കെ നടന്നു. ഒരുപാട് പേർ അറസ്റ്റിലായി, അതിൽ ഒരുപാട് പേർ ശിക്ഷിക്കപ്പെട്ടു. അതിനെ ചൊല്ലി വലിയ കോലാഹലങ്ങൾ നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് CBI അന്വേഷണവും ഒക്കെ കോടതി മുഖാന്തരം നടന്നു. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി കൂടിയായ കെ ആന്റണി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് രാഷ്ട്രീയമായും സാമൂഹ്യമായും നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, സ്വാധീനം അതുണ്ടാക്കും? അല്ല, മുൻ മുഖ്യമന്ത്രി കെ ആന്റണി ഒരുപാട് വർഷങ്ങളായിട്ട് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയ വനവാസത്തിൽ പോയതുപോലെയായിരുന്നു അദ്ദേഹം നിന്നത്. പക്ഷേ കെ ആന്റണിയെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം, അദ്ദേഹം ഒന്ന് പറയുന്നതും അത് വേറെ രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്ന ഒരു വളരെ തന്ത്രജ്ഞാന രാഷ്ട്രീയ നേതാവാണ് കെ ആന്റണി. കേരള രാഷ്ട്രീയത്തിൽ കുറേ നാളായിട്ട് കെ ആന്റണി മൗനം പാലിക്കുകയും ആ മൗനം ഒരു ടൈമിംഗ് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരാളാണ് കെ ആന്റണി. അദ്ദേഹത്തിന് ഈ മാറാട് റിപ്പോർട്ട് പുറത്തുവിടുന്നതോ CBI മാറാട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനായിട്ട് ഉപരിയായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തോ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIM ഭരണപക്ഷത്തിൻ്റെ ആളുകളും അയക്കാനുള്ള കാലഘട്ടത്തിലുള്ള പോലീസ് ഭരണത്തിനെയും പോലീസിൻ്റെ ആക്ഷനുകൾ, മുത്തങ്ങ സംഭവം, മാറാട് സംഭവം, അതുപോലെ ശിവഗിരി മഠത്തിലെ സംഭവം, ഇത് മുഴുവൻ പൊളിച്ചു കീറി സംസാരിച്ചപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ഡിഫൻസ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത്, UDFിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളൊരു ബോധം ആന്റണിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിലവൻ്റ് ആണ്, ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള വനവാസത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വെൽഡർനെസ്സിനോ ഒന്നും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ആന്റണി കൊടുത്തിട്ടുള്ളത്. പിന്നെ മാറാട് റിപ്പോർട്ട് ഇനിയും വീണ്ടും പുറത്തുവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അന്നത്തെ സർക്കാരുകൾക്കും അന്നത്തെ പ്രതിപക്ഷത്തിനുമാണ് അതിനെ പ്രതിരോധിക്കേണ്ടി വരിക. അതായത് ഇന്നും നിയമസഭയിലുള്ള ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതിൽ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം 8 ഹിന്ദുക്കളാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ പ്രവർത്തകരായിരുന്നു, മാറാടിലെ ആര്യ സമുദായത്തിലെ ആളുകളായിരുന്നു. അപ്പോൾ അതൊരു എത്നിക് ക്ലെൻസിങ് ആണെന്ന് പോലും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ദേശീയ തലത്തിൽ പോലും വലിയൊരു ക്യാമ്പയിൻ നടത്തിയ ഒരു സംഭവം ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു മുൻ മുഖ്യമന്ത്രി, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് അത് പുറത്തുവിടണം എന്ന് CBI റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പക്ഷികളെ ഒരു വെടിക്ക് കൊല്ലാനുള്ള ഒരു ഇതാണ് അദ്ദേഹം അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാവും. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ശരിക്കും അന്ന് ഇത് അരയ സമാജത്തിന്റെ ആൾക്കാരാണ്. ഈ കൊല്ലപ്പെട്ട 8 പേരും അരയ സമാജത്തിൽപ്പെട്ടവരാണ്. ഈ മാറാടെന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്തിലാണ് അരയ സമാജം വളരെ ശക്തമാണ്. അവരുടെ കുടുംബങ്ങളുണ്ട്. അവർ വളരെ അവരുടെ സംസ്കാരവും സാമുദായികമായ മൈത്രിയും എല്ലാം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. അവരെല്ലാവരും RSS പ്രവർത്തകരാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സത്യത്തിൽ ഈ 8 പേരെ ഇങ്ങനെ വെട്ടിക്കൊന്നപ്പോൾ അന്ന് ഉയർന്നു കേട്ട ഒരു വിലാപം ഒരു വംശഹത്യയാണ്. അരയ സമാജത്തെ പരിപൂർണമായിട്ടും മാറാടിൻ്റെ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യാൻ, ഇല്ലാതാക്കാൻ നടന്ന ഒരു വംശഹത്യയാണത് എന്നാണ് അന്ന് ഉയർന്നു കേട്ട ഒരു വിലാപം. അങ്ങനെയെങ്കിൽ ഈ CBI അന്വേഷണ റിപ്പോർട്ട് വിരൽ ചൂണ്ടുക ആരുടെയൊക്കെ നേരെയായിരിക്കും? അത് ആർക്കൊക്കെ ആയിരിക്കും അതുകൊണ്ടുള്ള പരിക്കുണ്ടാവുക? അല്ല, ആ സംഭവത്തിൽ സത്യം പറഞ്ഞു വെച്ചാൽ അമ്പുകൊള്ളാത്തവരാരുമില്ല എന്ന് പറയേണ്ടി വരും. അന്നത്തെ ഭരണപക്ഷ. കാരണം അന്ന് മാറാട് സംഭവം കഴിഞ്ഞ് കേരളം വലിയൊരു സാമൂഹികമായിട്ടുള്ള ഒരു വിസ്ഫോടനത്തിലേക്ക് പോവുകയായിരുന്നു. തീർച്ചയായും അരയ സമുദായത്തിനെതിരെയുള്ള എത്നിക് ക്ലിൻസിങ് തന്നെയാണ് ശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത്. CBI റിപ്പോർട്ട് കൃത്യമായിട്ട് അതിന്റെ ഗൂഢാലോചനകളും ഉണ്ടാകുമായിരിക്കാം. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നും പോലും CBI അന്വേഷണ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു കാരണവശാലും പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ ഫലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും അതിന്റെ ബെനിഫിറ്റുകൾ, അതിന്റെ അഡ്വാൻറ്റേജ്, ഗുണം കിട്ടാൻ സാധ്യത വളരെ കൂടുതലുണ്ട്.
അപ്പോൾ അത് ആന്റണി ഇപ്പം പറയുന്നത് അത് ആന്റണിക്ക് BJP-യുടെ സ്നേഹം ഉള്ളതുകൊണ്ടാണെന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ പൊളിറ്റിക്കലി ഞാൻ ഇറലവൻ്റ് അല്ല, ഞാൻ രാഷ്ട്രീയമായിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് മരുന്നുകളുണ്ട്, ഒരുപാട് വെടികളുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയാതെ പറയണം അദ്ദേഹം. അത് അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കാലത്തേക്ക് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളെന്നൊക്കെ നമുക്കൊക്കെ അറിയാലോ എങ്ങനെയാണ് അദ്ദേഹം പറയാൻ പോകുന്നത്, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, മനസ്സിൽ എന്തൊക്കെ വെച്ചിട്ട് പുറത്തെന്തൊക്കെ പറയും, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ വളരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രസിദ്ധമായ മൈനോറിറ്റികൾ ഇന്ന് വലിയ വലിയ കാറുകൾ വരികയും അതേ സമയത്ത് മറ്റേ ഭൂരിപക്ഷ സമുദായം സൈക്കിളിൽ പറഞ്ഞ് അങ്ങനെ കേരളത്തിലെ ഹൈന്ദവരെ കയ്യിലെടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തി ആന്റണി പൊളിറ്റിക്കൽ. പക്ഷെ അദ്ദേഹത്തിന് അത് ബാക്ക് ഫയർ ചെയ്തു വന്ന്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിനെതിരെ തിരിയേണ്ട ഒരു സാഹചര്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തു. എനിക്ക് ആ ഒരു ടൈമിംഗ് ആയിരുന്നു പുള്ളിക്ക് ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയത്. ബാക്കി എല്ലാ ടൈമിങ്ങും പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാ സമയത്തും അദ്ദേഹം വരികയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്തിടുകയും അതിൽ CPM-നെ ഡിഫൻസിലേക്ക് കൊണ്ടുപോകാനും ആന്റണി വളരെ കൗശലക്കാരനാണ്. അതിലൂടെ സംശയമില്ലാത്ത കാര്യം. സർഗാലതന്ത്രം അറിയുന്ന കോൺഗ്രസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ. അതുപോലെ എനിക്കിപ്പോഴും ഒരു ചെറിയ സംശയം ഇല്ലാതില്ല, ആന്റണി വീണ്ടും പൊളിറ്റിക്കൽ റിലവൻസിലേക്ക് വരികയാണോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ചിലപ്പോൾ ആവശ്യപ്രകാരമാണ്. കേരളത്തിൽ ഇപ്പം കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഗവൺമെന്റിനെതിരെ അനവധി പ്രശ്നങ്ങൾ നിൽക്കുന്നത്, പോലീസ് ലോക്കപ്പ് മുതൽ വില കൂടുതൽ വിലക്കയറ്റം മുതൽ എല്ലാ കാര്യങ്ങളും, കടം, എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തില് പിന്നെ അതുകൂടാതെ 10 വർഷത്തെ ഭരണം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കാം. അപ്പൊ കോൺഗ്രസ് ആണ് അതിന്റെ എന്താ പറയുക ഡിഫക്റ്റോ ബെനിഫിഷ്യറി കോൺഗ്രസ് ആണ്. പക്ഷെ അത് കോൺഗ്രസ്സിൽ ഇല്ലേ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവര് പല മുഖ്യമന്ത്രിമാർക്കും വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോൺഗ്രസ് പിറകോട്ടേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു റോൾ എടുക്കാൻ വേണ്ടി ആന്റണിയെ ചിലപ്പം ബോധപൂർവമാവാം, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം എന്തോ ഒരു സാധനം ഇതിന്റെ പിന്നിലുണ്ട്. അതായത് ആന്റണി പോലീസിന്റെ ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വാർത്താ സമ്മേളനം വൈകുന്നേരം 5 മണിക്ക് KPCC വിളിക്കുമെന്നു സാധാരണഗതിയിൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതിന്റെ അന്തർലീനമായിട്ട് എന്തൊരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നും കാണാതെ ആന്റണി മുണ്ട് മടക്കി കുത്തില്ല എന്നാണ്. തീർച്ചയായിട്ടും ആന്റണി എപ്പോഴും രാഷ്ട്രീയത്തിൽ മറ്റുള്ള പല ആൾക്കാരും ജോലി ചെയ്തെടുക്കുന്നതിന്റെ ബെനിഫിഷ്യറി ആയിരുന്നു. ടൈമിംഗ് കൃത്യമായിരുന്നു, പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആയിരുന്നു. അവിടെ ഒരു ചെറിയ അഴിമതി ആരോപണം വരുന്നു, ആന്റണി രാജിവെച്ച് കേരളത്തിൽ വരുന്നു. അടുത്ത കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങനെ ആന്റണി എപ്പോഴും പൊളിറ്റിക്കലായിട്ടുള്ള വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ആളാണ്. അല്ല, അത് പണ്ടും ഇപ്പോഴും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, AK ആന്റണിക്ക് എപ്പോഴും ഇംപെക്കബിൾ ആയിട്ടുള്ള ഹോണസ്റ്റി ഉണ്ട്. ആ ഒരു സാധനം ആന്റണിയുടെ ഇമേജ് വളരെ ക്ലിയർ ആണ്. അത് സത്യമാണ്. കാരണം ഡിഫൻസ് മിനിസ്റ്ററായിട്ട് ഒരു 10 വർഷത്തോളം 9 വർഷത്തോളം ഇരുന്ന ആളാണ് AK ആന്റണി. അന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ UP രണ്ടാം സർക്കാർ എന്നൊക്കെ പറഞ്ഞ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിരുന്നു ആ കാലഘട്ടത്തിൽ. അതെ, സത്യം. അപ്പൊ ആ കാലഘട്ടത്തിലും തന്റെ ശരീരത്തിലോ തന്റെ വസ്ത്രത്തിലോ ഒരു അഴുക്ക് പോലും പറ്റാതെ അതിനെ നീക്കി കഴിഞ്ഞാൽ ആന്റണിയുടെ വലിയൊരു വിജയം തന്നെയാണ്. അത് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കാരണവശാലും AK ആന്റണിയോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ VM സുധീരനോ പോലത്തെ കോൺഗ്രസിന് അങ്ങനത്തെ ഒരു നേതൃത്വം നിരയുണ്ട്. അവർക്ക് ഒരിക്കലും ഇംപെക്കബിൾ ഹോണസ്റ്റി ഉള്ള ആളുകളാണ്. അതൊരു സംശയമില്ലാതെ ഇന്റഗ്രിറ്റി ഉള്ള അത് ചെയ്യാറില്ല. അത് ആന്റണി ആ സാധനം കോൺഗ്രസിന് ഇപ്പോഴും ആന്റണി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ട് 85 വയസ്സൊക്കെ ആണെങ്കിലും ആന്റണി വളരെ ഷാർപ്പായിരുന്നു. ഇന്നലെ വാർത്താ സമ്മേളനം ഞാൻ കൃത്യമായിട്ടും വ്യക്തമായി കണ്ടുകൊടുക്കുകയായിരുന്നു. വളരെ ഷാർപ്പായിരുന്നു. യാതൊരു വിധത്തിലുള്ള വെട്ടുവീഴ്ചകളും പണ്ടത്തെ പത്രസമ്മേളനം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആന്റണി ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തുന്നത്. അയാൾ വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് വളരെ കണ്ണിങ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും കോൺഗ്രസ് പൊളിറ്റിക്സിൽ ചേർന്നപ്പ് ചെയ്ത് വരാം. അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കള് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാൻ യോഗ്യതയുള്ളവരല്ല, അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരല്ല. ആ കഴിവുള്ള ഒരു നിര നേതാക്കൾ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പഴക്കവുമുള്ള ഒരാളാണ് ഞാൻ എന്ന ഒരു മെസ്സേജ് ആണോ സത്യത്തിൽ? വളരെ തുറന്ന് ഞാൻ ചോദിക്കുകയാണ്. അല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കഴിവില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇങ്ങനെ ഒരു അടി ഇനി നടക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു അടി മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇങ്ങനെ ഒരു തമ്മിൽ നടന്ന് അതുവഴി വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഗത്ത് പഴയ പോലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രം കളിയല്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടി വലിയൊരു വോട്ട് ശതമാനമാവുകയും വാതിൽ ശക്തമായി മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇനി വീണ്ടും
വീണ്ടും പരാജയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് കോൺഗ്രസിന്റെ കാഡേഴ്സും അതിന്റെ മിഡിൽ ലെവൽ സീനിയർ ലെവൽ ലീഡേഴ്സ് അടക്കം വലിയൊരു കുത്തൊഴുക്ക് ബി ജെ പിയിൽ കോൺഗ്രസ് ഇറവലന്റ് കേരളത്തിൽ. അതൊരിക്കലും ഹൈക്കമാൻഡ് ഏറ്റവും വിന്നബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് അവർ കാണുന്നത് ഈ 2026 തെരഞ്ഞെടുപ്പിൽ കേരളമാണ്. അതൊരിക്കലും തമിഴ്നാടല്ല. തമിഴ്നാട്ടിൽ പിഗ്ഗി റെഡി ചെയ്ത് DMKന്റെ പിന്നാലെ DMK ഒരിക്കലും അവിടെ ഒരു അലിയൻസ് ഗവൺമെന്റിൽ കോൺഗ്രസിനെ അടുപ്പിക്കില്ല. MLA മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം കോൺഗ്രസിന് MLA മാരുണ്ട്, 6-8 MLA മാർ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്. അതുപോലെ വീണ്ടും MLA മാർ കിട്ടും, MP മാർ കൊടുക്കും. പക്ഷെ ഒരിക്കലും ഒരു കോalition ഗവൺമെന്റ് പാർട്ട് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഭരിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. പിന്നെ വെസ്റ്റ് ബംഗാൾ നോക്കണ്ട. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വളരെ ക്രൂഷ്യലായിട്ട് ഇലക്ഷനാണ്. ആ ക്രൂഷ്യലായിട്ട് ഇലക്ഷനിൽ ഈ തമ്മിലടി മുഴുവൻ മാറ്റിവെച്ച് വേണമെങ്കിൽ AK-ആന്റണിക്ക് വേണ്ടി എമർജ് ചെയ്യാം. ഞാൻ കേട്ടത് വളരെ വെറ്ററൻ ലീഡേഴ്സ് ആയിട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞ 2 പേരുകളും ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലോ അതിനടുത്ത് എവിടെയും അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയാണ്. ഈ KPC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് കേന്ദ്രമായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അദ്ദേഹം തിരുവനന്തപുരത്ത് വരാറേയില്ല. അപ്പോൾ ആ ഭാഗത്ത് അദ്ദേഹം എന്നും പരിപാടിയിൽ സജീവമാണ്. പിന്നെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും വളരെ താല്പര്യമുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലത്തെ നേതാവോട് മത്സരിക്കണമെന്ന്. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അത് വലിയൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ VM സുധീരൻ തൃശ്ശൂർ ജില്ലയിലോ വേണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയോ മത്സരിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് കോൺഗ്രസിന്റെ അകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അപ്പൊ സ്വാഭാവികം ഇത് മുഴുവൻ കൂട്ടി വായിക്കുമ്പോൾ അതിനൊക്കെ മുമ്പിലൊക്കെ വേറുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരാം. മാത്രമല്ല കരുത്തനായ ഉമ്മൻചാണ്ടിയുടെ അഭാവം കോൺഗ്രസിനെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. അവിടേക്ക് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഈ അധ്വാനിക്കുന്നതിൽ ഉമ്മൻചാണ്ടിയും ബുദ്ധി ഉപദേശിക്കുന്നതിൽ AK-ആന്റണിയും ആണ് കോൺഗ്രസിലെ ഒരു വലിയ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉമ്മൻചാണ്ടിയുടെ ഒരു കുറവ് നികത്താൻ AK-ആന്റണി മുന്നിലേക്ക് വരട്ടെ എന്ന് ഹൈക്കമാൻഡിന് വേണമെങ്കിൽ തീരുമാനിക്കാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കമാൻഡ് ഒരിക്കലും ഒരു കോംപ്രമൈസിന് ചെയ്യാൻ പറ്റില്ല. കാരണം മാത്രമല്ല അവർക്ക് വിട്ടുകൊടുക്കില്ല. അവരൊരിക്കലും അവർക്ക് CPM-നെയോ അല്ലെ പിണറായി വിജയനെയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു പഴുതുകളും എല്ലാ പഴുതുകളും അടച്ചു ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അവർ നേരിടാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കത്തിന്റെ ഒരു ഘട്ടം ഇന്നലെ കണ്ടതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.